സ്റ്റീവിൻ്റെ സ്റ്റാനിയുടെയും സ്കൂൾ ഷോപ്പിംഗ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും മേടിക്കാനില്ല എന്ന്. പക്ഷേ അത് റോങ് ആയിരുന്നു ഗൈസ്. കാരണം എനിക്ക് ഇനിയും സാധനങ്ങൾ ഒരു കുന്ന് മേടിക്കാൻ കിടക്കുന്നു. അപ്പം ഞാൻ, പപ്പ, മമ്മ ഞങ്ങൾ 3 പേരും കൂടി ഓട്ടോയ്ക്ക് തോപ്പുംപടി കറങ്ങാൻ പോവാണ് ഗൈസ്. തോപ്പുംപടി കറങ്ങാനല്ല, തോപ്പുംപടി മൊത്തം ഇങ്ങനെ എന്താ പറയുക, കടകളായ കടകൾ മൊത്തം നിരങ്ങി നിരങ്ങി നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോകുകയാണ്. ബൈക്കിനാണ് ഞങ്ങൾ നേരത്തെ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ 3 പേർ കൂടി ബൈക്കിൽ പോകാൻ പാടില്ല എന്നൊരു റൂൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കഷ്ടപ്പാടാണ് ഗൈസ്, ഫുൾ കഷ്ടപ്പാടാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് 1:30-1:45 സമയത്താണ്. നല്ല ചൂടുണ്ടായിരുന്നു, വെന്ത് പൊള്ളുമായിരുന്നു. 2 ദിവസമായിട്ട് മഴേനെ കാണാനേ ഇല്ല. മഴ ഏത് വഴിക്ക് പോയെന്ന് ദൈവത്തിനറിയാമെന്ന് പറയുന്ന അവസ്ഥയാണ്. പിന്നെ ഇറങ്ങിയത് ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഫുഡ് അടിച്ച് വയറ് നിറച്ചിട്ട് നമുക്ക് ഷോപ്പിംഗ് പരിപാടികളിലോട്ട് ഇറങ്ങാം. ഇല്ലെങ്കിൽ ഷോപ്പിംഗ് പകുതി ആവുന്നതിന് മുമ്പ് നമ്മൾ തലകറങ്ങി വീഴുന്നതായിരിക്കും. കണ്ടോ ഗൈസ്, കപ്പിൾസ് മുമ്പിൽ നടക്കുന്നു, ഞാനിവിടെ ഒറ്റയ്ക്ക്. എൻ്റെ ഫേസ് എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കൃതാർത്ഥയാണ്. അയ്യോ, സോൾട്ടിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. ആൻഡ് എൻ്റെ ലക്ഷ്യം കുഴിമന്തി ആയിരുന്നു. ഞാൻ പിന്നെ എന്തിനാണാവോ ഈ മെനു ഒക്കെ നോക്കി വെറുതെ ഷോ ഇറക്കുക, ഫുൾ ഷോയാണ് ഗൈസ്. അപ്പോൾ പപ്പയ്ക്ക് ബീഫ് ബിരിയാണി ആണ് പറഞ്ഞു വെച്ചത്, എനിക്കും അമ്മയ്ക്കും കുഴിമന്തിയാണ് പറഞ്ഞു വെച്ചത്. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ. ഹാർബർ പാലമൊക്കെ കാണാം നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. നല്ല വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഫുഡ് വന്നത്. ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാട്ടോ പപ്പക്ക് വന്നത്. പക്ഷെ അപ്പോഴേക്കും നമ്മൾ തീറ്റ തുടങ്ങിയായിരുന്നു. ഫുഡ് തന്നെ മുഖ്യം. അങ്ങനെ ദേ മമ്മ വെറുതെ നല്ല ചിരിച്ചൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷെ മമ്മക്ക് കുഴിമന്തി പിടിച്ചില്ല ഗൈസ്, നമുക്ക് കുഴിമന്തി ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാനാണത് പകുതി മുക്കാലും തിന്നത്, കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു. നമ്മളപ്പോൾ ഒരു ലൈമും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും, നല്ല പൊളിയുണ്ടായിരുന്നു. കുളിച്ചിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അവസാനം എന്തേ ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകാൻ പോയപ്പോൾ അവിടെ കണ്ണാടി കണ്ടു. കണ്ണാടി കണ്ടാൽ നമ്മൾ വെറുതെ വിടാറില്ലല്ലോ. അങ്ങനെ ദേ അവിടെ നല്ല ആംബിയൻസ് ആട്ടോ, അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. നല്ല ആംബിയൻസ് ആണ്. എന്താ ആൻറ്റിക് വസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, എന്താണെന്ന് നമുക്ക് പോലും അറിയാൻ പാടില്ല. സോ ആ ഭാഗത്തോട്ടൊന്നും നോക്കാണ്ടിരിക്കണമായിരിക്കും നല്ലത്. ഞാൻ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷോപ്പിംഗ് വീഡിയോ പാർട്ട് 2 ആയിട്ട് നമ്മൾ നാളെ ഇടുന്നതായിരിക്കും. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.